വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ സഞ്ജയ് റായുടെ നുണപരിശോധനാ വിശദാംശങ്ങൾ പുറത്തുവന്നു. നുണപരിശോധനയിൽ സഞ്ജയ് നിരപരാധിത്വം തെളിയിച്ചതായി അഭിഭാഷകയായ കവിത ദേശീയ മാധ്യമത്തോട് വെളിപ്പെടുത്തി. നിരപരാധിയായി തന്നെ കള്ളക്കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് സഞ്ജയ് പറഞ്ഞതായും അഭിഭാഷക കൂട്ടിച്ചേർത്തു. വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ നുണപരിശോധനയിൽ 10 ചോദ്യങ്ങളാണ് സഞ്ജയിയോട് CBI ഉദ്യോഗസ്ഥർ ചോദിച്ചത്. കൊലപാതകത്തിനു ശേഷം എന്തെല്ലാം ചെയ്തു എന്ന ചോദ്യത്തിന് താൻ കൊലപാതകം ചെയ്യാത്തതിനാൽ ചോദ്യം അസാധുവായിരുന്നുവെന്നാണ് പ്രതിയുടെ പ്രതികരണം. സെമിനാർ ഹാളിലേക്ക് കടന്നപ്പോൾ അബോധാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന വനിതാ ഡോക്ടറെ കണ്ടെന്നും പരിഭ്രാന്തനായി മുറിക്ക് പുറത്തേക്ക് ഓടിയെന്നുമാണ് സഞ്ജയ് റോയ് പറഞ്ഞത്. താൻ നിരപരാധിയാണെങ്കിൽ എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല എന്ന ഭയം തനിക്കുണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി. അതേസമയം കുറ്റവാളി മറ്റാരെങ്കിലും ആകാമെന്നും അവകാശവാദത്തിലാണ് പ്രതിയുടെ അഭിഭാഷക. സെമിനാർ ഹാളിലേക്ക് സഞ്ജയ്ക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് തെളിയിക്കുന്നത് സുരക്ഷാ വീഴ്ചയാണെന്നും ഈ വീഴ്ച മറ്റാരെങ്കിലും ഉപയോഗപ്പെടുത്താമായിരിക്കുമെന്നും അവർ പറഞ്ഞു. ഓഗസ്റ്റ് 9-നായിരുന്നു വനിതാ PG ഡോക്ടർ ട്രെയിനി ആർജിക്കർ ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത്. ആഗസ്റ്റ് 10-ന് സിവിക് വോളണ്ടിയർ സഞ്ജയ് റോയിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഇയാളിലേക്ക് എത്തിയത്. പ്രതിയുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും കൊലപാതകം നടന്ന സെമിനാർ ഹാളിൽ നിന്ന് ലഭിച്ചിരുന്നു. ഡോക്ടറുടെ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്തും രാജ്യമൊട്ടാകെയും പ്രതിഷേധമിരമ്പി. ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ആർജിക്കറിലെയും മറ്റു മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാർ പണിമുടക്കുകയും ചെയ്തിരുന്നു.